പച്ചരി കൊണ്ടല്ലാതെ നിങ്ങൾ ആരെങ്കിലും ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്നാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിൽ നമ്മൾ പച്ചരി ചേർത്തിട്ടേ ഇല്ല. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പോൾ ഈ കോരി ചെരിയുന്ന മഴയത്ത് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഉണ്ണിയപ്പമാണ്. ഇതിങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കരയിൽ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള മൈദയും റവയും ഒന്ന് മിക്സ് ആക്കി എടുക്കണം. 2 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1.5 കപ്പ് റവ എന്ന രീതിയിലാണ് ഇട്ട് എടുക്കേണ്ടത്. കപ്പളവിൽ എടുക്കുകയാണെങ്കിൽ 2 കപ്പ് മൈദ, 1.5 കപ്പ് റവ. ഇനിയിപ്പോൾ നിങ്ങൾ കിലോ കണക്കിന് എടുക്കുകയാണെങ്കിൽ 1/2 കിലോ മൈദക്ക് 1/2 കിലോ റവ അങ്ങനെ എടുത്താൽ മതി. കാരണം റവ നമുക്ക് കൂടുതൽ അളവ് ഉണ്ടാവില്ലല്ലോ, വെയിറ്റ് നല്ലോണം ഉണ്ടാവും. ഇത് രണ്ടും കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. റവയും മൈദയും എല്ലാം പോലെ ഒരുമിച്ചാവണം കേട്ടോ. അപ്പം നല്ല മിക്സിങ് നിർബന്ധമാണ്. നല്ല മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇതിലോട്ട് 3 ചെറിയ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ, പാളയംകോടൻ പഴം. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. പഴം നല്ലപോലെ അരച്ചിട്ട് മാത്രം ചേർത്ത് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ മാഷ് ചെയ്താലൊക്കെ അതിൻ്റെ കട്ടക്കട്ടായിട്ടുണ്ടാവും. അപ്പോൾ ഒരു ഭാഗത്ത് പഴം കടിക്കും, മറ്റേ ഭാഗത്ത് പഴത്തിൻ്റെ ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ അതുകൊണ്ടാണ് മിക്സിയിലിട്ട് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്തിട്ട് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്യുക. പൊടികളൊക്കെ മിക്സാക്കി വന്നപ്പോഴേക്കും നമ്മുടെ ശർക്കരപ്പാനി നല്ലപോലെ മെൽട്ടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് അരിച്ചെടുത്തതിന് ശേഷം ആ ചൂടോട് കൂടി തന്നെ ഈ ഒരു മാവിലോട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൂട് ആറരുത് കേട്ടോ, വലിയ ചൂടൊന്നും പോയാൽ മതി. അത് നമ്മൾ അരിക്കുന്ന സമയത്ത് തന്നെ വലിയ ചൂട് പോയി കിട്ടും. അപ്പോൾ ഒരു മീഡിയം സൈസ് ചൂടിൽ ഇതിലോട്ട് നല്ലപോലെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മിക്സിങ് റെഡിയാണ്. കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒന്നിച്ചൊഴിക്കരുത് കേട്ടോ. കുറേശ്ശെ ഒഴിക്കുക, മിക്സ് ചെയ്തെടുക്കുക, വീണ്ടും കുറച്ച് ശർക്കരപ്പാനി ഒഴിക്കുക, വീണ്ടും മിക്സ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ആയി കിട്ടും കേട്ടോ. ഒന്നിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നമുക്കിത് മിക്സ് ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഞാനെടുത്ത് ശർക്കരപ്പാനി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല തിക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം, ഒരു ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അയച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം റവൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിങ്ങനെ തിക്കായി വരും. നമുക്ക് ഉണ്ണിയപ്പത്തിനും നെയ്യപ്പത്തിനൊക്കെ തിക്കായിട്ടുള്ള ബാറ്റർ തന്നെയാണ് വേണ്ടത്. പക്ഷെ എന്നാലും ഇത് റവ ആയതുകൊണ്ടേ വെള്ളം ഒഴിക്കുന്നതിനനുസരിച്ച് പെട്ടെന്ന് തിക്കായി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. മണിക്കൂറിന് ശേഷം നമുക്കിത് എടുത്തിട്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് ചെറിയ ജീരകം ചേർക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂണ്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യട്ടോ. പിന്നെ നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി നമുക്കിതിലോട്ട് തേങ്ങാക്കൊത്തൊന്ന് വറുത്തിട്ട് നമുക്കിതിലോട്ട് ചേർക്കട്ടോ. തേങ്ങാക്കൊത്ത് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാരം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത്